EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഓരോന്നോരോന്നായി പേരെടുത്ത് പറയുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തരം ലക്ഷ്യങ്ങളും, എന്ത് ലക്ഷ്യങ്ങളും, എല്ലാ ലക്ഷ്യങ്ങളും നേടാനും എല്ലാ പ്രോബ്ലങ്ങളും മറികടക്കാനും ക്വിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് EFT. അമേരിക്കക്കാരനായിരുന്ന ഗാരി ക്രെയ്ഗ് എന്നൊരു മൈൻഡ് ഗവേഷകനാണ് EFTയുടെ ഉപജ്ഞാതാവ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഇതേക്കുറിച്ച് അറിയാത്തവർക്ക് കേൾക്കുമ്പോൾ, അറിയുന്നവർക്കറിയാം, ഒരുപക്ഷെ അറിയാത്തവർ ഇത് കാണുമ്പോൾ എന്തോ ഒരു വശക്കേട് പോലെ, എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയേക്കാവുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ ചിലതൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് ഈ ടെക്നിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നത്. കാരണം ലോകമെമ്പാട് നിന്നും വൻ തോതിൽ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് EFT. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നെറ്റിൽ കാണുന്ന ഏത് രീതിയിൽ ചെയ്താലും അത് റിസൾട്ട് കിട്ടും. പക്ഷേ ഇവിടെ അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയാണ് പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ടെക്നിക്കൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് യാദൃശ്ചികമാണോ എന്ന്. യാദൃശ്ചികമെങ്കിൽ യാദൃശ്ചികം, അതായത് ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ മറ്റു ടെക്നിക്കുകളെക്കാളും പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് കിട്ടുന്നത് യാദൃശ്ചികമാണോ എന്ന്. യാദൃശ്ചികമെങ്കിൽ യാദൃശ്ചികം. നമുക്ക് എന്താ വേണ്ടത്? റിസൾട്ട്. ചെയ്തു നോക്കുക, റിസൾട്ട് കിട്ടിയാൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ, മറ്റ് കുറച്ചുകൂടെ സയന്റിഫിക് സപ്പോർട്ടുള്ള ടെക്നിക്കുകൾ, ഇത് പൂർണ്ണമായും സയന്റിഫിക് സപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാം സയൻസ് തന്നെയാണ്. മൈൻഡിനെ സ്വാധീനിക്കുന്ന എല്ലാം സയൻസ് തന്നെയാണ് എന്നെടുത്താൽ അത് സയന്റിഫിക് തന്നെയാണ്. പറഞ്ഞു വരുന്നത്, മറ്റ് ചില ടെക്നിക്കുകൾ, മറ്റ് കുറച്ചുകൂടെ സയന്റിഫിക് സപ്പോർട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ശ്രദ്ധ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും ഈസിയായി ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കാണ് EFT എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും. റിസൾട്ട് കിട്ടുമെന്ന് ഏതാണ്ട് 100% ഉറപ്പെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അത് അത്യാവശ്യം ടൈം എടുത്ത്, ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ടൈം എടുത്ത് ചെയ്ത ഏതാണ്ട് എല്ലാവർക്കും തന്നെ റിസൾട്ടാണ്. അത് എൻ്റെ ക്ലാസ്സുകളിലും എനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ റിസൾട്ട് കിട്ടുന്ന ടെക്നിക്കാണ് എന്ന് എൻ്റെ സ്റ്റുഡൻസ് നിർബന്ധം പറഞ്ഞാണ്, പ്രത്യേകിച്ച് ഒരു സജിത് സാർ, അദ്ദേഹമാണ് എന്നെ ഈ ടെക്നിക്കിനെ കുറിച്ച് അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് സാർ ഈ ടെക്നിക്ക് ഒന്ന് കൊടുത്തു നോക്ക്, ആളുകൾക്ക് റിസൾട്ട് കിട്ടിയാൽ സാർ തുടർന്നാൽ മതിയെന്ന്. അങ്ങനെ 13 വർഷം മുൻപ് ഈ ടെക്നിക്ക് ഞാൻ കൊടുക്കാൻ ആരംഭിക്കുകയും ആദ്യ ക്ലാസ്സിൽ നിന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ റിസൾട്ട് കിട്ടി എന്നുള്ളത്, അത്ഭുതകരമായ റിസൾട്ട്, അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ള നിരവധി അനുഭവങ്ങൾ എല്ലാ ആഴ്ചകളിലും വന്നതുകൊണ്ടാണ് അത് തുടർന്നു പോകുന്നത്. അത് 100 കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അനുഭവം എൻ്റെ ക്ലാസ്സിൽ നിന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒരിക്കലത് ലൈവ് ചെയ്തതാണ്. അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ വീഡിയോ സാധാരണ പോലെ ലാഗ് ഇല്ലാതെ ആയിരിക്കില്ല പോകുന്നുണ്ടാവുക. അത്യാവശ്യം ലാഗ് ഉണ്ടാകും, സ്വല്പം ടൈം എടുത്തേക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ചില വിശദീകരണങ്ങൾ തിരികേണ്ടി വന്നേക്കാം. അപ്പോൾ അതെല്ലാം സംശയം ദൂരീകരിച്ച് പോകാൻ വേണ്ടിയാണ്. കാരണം ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വന്ന് കാണാറുണ്ട്. അത് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല, തെറ്റിയാലും അങ്ങ് ചെയ്താൽ മതി. ആ സൈക്കോ സെൻസറി വർക്ക് ആയിക്കോളും. നാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് ബ്രെയിൻ നോക്കുന്നത്. അതാണ് എൻ്റെ ചെറിയൊരു സീക്രട്ട്. മൊത്തം സീക്രട്ട് മനസ്സിലാക്കാതെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അത് നാം എന്തിനു വേണ്ടിയാണ് ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രെയിൻ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു സീക്രട്ട് കൂടെ, ഒരു സയൻസ് കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. പറഞ്ഞു വന്നത്, അപ്പോൾ ഇടയ്ക്ക് ചില വിശദീകരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ടൈം എടുത്ത് കാണാൻ മനസ്സോടെയാണ് ഈ ടെക്നിക്ക് പഠിക്കാനായി ഇരിക്കേണ്ടത്. തൊട്ടു മുൻപ് ഒരു വാക്ക് പറഞ്ഞതുപോലെ സൈക്കോ സെൻസറി ടെക്നിക്ക് എന്ന്, ഇതൊരു സൈക്കോ സെൻസറി ടെക്നിക്കാണ്. നമ്മുടെ ശരീരത്തിലെ ചില സൈക്കോ സെൻസറി ഇൻപുട്ടുകളെ കൂടെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ജസ്റ്റ് ഒരു സ്പർശമാണ്, അത് സ്പർശിച്ചുകൊണ്ട് ചെയ്തൊരു ടെക്നിക്കാണ്. ടെക്നിക്കിന്റെ പേര് EFT. അത് ചെയ്യുന്നതിന്റെ പേര്, ആ ടെക്നിക്ക് ചെയ്യുന്നതിന്റെ പേര് ടാപ്പിംഗ് എന്നാണ് പറയുക. നമുക്ക് എന്ത് ലക്ഷ്യങ്ങളും ടാപ്പ് ചെയ്ത് നേടാം, ആവശ്യമില്ലാത്തത് എന്തും ടാപ്പ് ചെയ്ത് കളയാം. 2 രീതിയിൽ EFT ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞു കഴിഞ്ഞതുപോലെ തന്നെ എന്ത് ലക്ഷ്യങ്ങളും, ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എങ്കിലും എല്ലാ ലക്ഷ്യങ്ങളും, സമ്പത്ത്, ജോലി, വിവാഹം, വീട്, കാറ്, കടബാധ്യത മാറ്റാൻ, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ, ആത്മവിശ്വാസക്കുറവ്, ടെൻഷൻ തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ടെക്നിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ടാപ്പ് ചെയ്ത് നേടിയെടുക്കാം, ആവശ്യമില്ലാത്തതെല്ലാം ടാപ്പ് ചെയ്ത് കളയുകയും ചെയ്യാം. ടാപ്പ് ചെയ്ത് നേടുക, ടാപ്പ് ചെയ്ത് കളയുക. ടെക്നിക്കിന്റെ പേര് EFT. അത് ചെയ്യുന്നതിന്റെ പേര് ടാപ്പിംഗ്. നമുക്കിനി ഓരോരോ ടെക്നിക്കുകൾ ചെയ്തുകൊണ്ട് പഠിക്കാം. അപ്പോൾ സംശയം തീർന്ന് അത് നമുക്കിത് മെല്ലെ പഠിച്ചു പോകാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സമയമെടുത്ത് ക്ഷമയോടെ കണ്ടു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. EFT എപ്പോൾ ചെയ്യാൻ ആരംഭിക്കുമ്പോഴും, ഏത് പ്രോബ്ലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാൻ ആരംഭിക്കുമ്പോഴും അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് കമാൻഡാണ്. ഈ സ്റ്റാർട്ടിംഗ് കമാൻഡിന് ശേഷം 2ാം ഘട്ടമാണ് ടാപ്പിംഗ് കമാൻഡ്. സ്റ്റാർട്ടിംഗ് കമാൻഡും ടാപ്പിംഗ് കമാൻഡും.
രണ്ട് കമാൻഡുകളും വ്യത്യസ്തങ്ങളായ രീതികളിൽ ലോകമെമ്പാടും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഗാരി ക്രെയ്ഗ് ഏറ്റവും ആദ്യം അത് കണ്ടെത്തി പഠിപ്പിക്കുകയും ലോകമെമ്പാടും നിന്നും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ആ രീതി, ആ പാറ്റേൺ ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം നിരവധി ആളുകൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള നിരവധി ഗവേഷകർ അതിന്റെ പാറ്റേണുകൾ പല പല രീതിയിൽ മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ലോകമെമ്പാടും നിന്നും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ആ പാറ്റേൺ ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടം ഒരു സ്റ്റാർട്ടിംഗ് കമാൻഡ്. ഈ കമാൻഡുകളെല്ലാം മാറ്റാം. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ടാപ്പിംഗ് എന്ന് പറയുന്നത് ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് ഏത് ലക്ഷ്യങ്ങളും ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും ടാപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ടാപ്പ് ചെയ്ത് കളയാം. അപ്പൊ ടാപ്പിങ്ങിൽ തന്നെ രണ്ട് രീതിയുണ്ട്. ഒന്ന് സ്റ്റാർട്ടിംഗ് കമാൻഡ്, രണ്ട് ടാപ്പിംഗ് കമാൻഡിൽ തന്നെ EFT ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി ചെയ്യാം, രണ്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കളയാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പഠിക്കാം. നമുക്കിപ്പോൾ ആദ്യം എന്താ പറയുക, ഒരു മന്ത്ലി ഇൻകത്തിന് വേണ്ടി ചെയ്യുന്നത് ഉദാഹരണമാണ്. പല പല ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. പരമാവധി ആളുകൾക്ക് സംശയമില്ലാതെ അവരുടെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്കിന്ന് കണ്ടുപോകാം, അധികം ലാഗ് ചെയ്യാതെയും. ഏതായാലും EFT ആരംഭിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കമാൻഡിനും പല പല മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് അങ്ങനെ മാറ്റം വരുത്തി ചെയ്യേണ്ടുന്ന എന്തെങ്കിലും ഘടകം വരുമ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് ഗാരി ക്രെയ്ഗ് ആദ്യം പഠിപ്പിച്ച, ലോകമെമ്പാടും റിസൾട്ട് കിട്ടി ആ ടെക്നിക്ക് പഠിപ്പിക്കാം. ചില കാര്യങ്ങൾ ആവർത്തിക്കുമെന്നും ലാഗ് ഉണ്ടാകുമെന്നും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇനിയും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പറയാനൊരു കാരണം, ചില ടെക്നിക്കുകൾ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ സ്വല്പം ക്ഷമയൊക്കെ വേണമെന്നേ. ഏതായാലും നമുക്ക് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പോകാം. ഒരു മന്ത്ലി ഇൻകം, ഒരു മാസ വരുമാനം 1 ലക്ഷം രൂപയാണ് ഉന്നമിടുന്നതെങ്കിൽ ആ ഒരു മാസ വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും വിവിധങ്ങളായ പ്രോബ്ലങ്ങൾക്ക് വേണ്ടിയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഇപ്പൊ തന്നെ അത് പഠിക്കാം നമുക്ക്. ഏതായാലും ആദ്യം ഒരു ഉദാഹരണം പഠിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ മാസ വരുമാനം നേടാനാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് ടാപ്പ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. ആദ്യം നെഞ്ചിൽ കൈതൊട്ട് വെച്ചുകൊണ്ട് ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചിന് തൊട്ട് മുകളിൽ ജസ്റ്റ് സ്പർശിച്ച് വെച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു. എല്ലാം മനസ്സിലാണ് പറയേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഉറക്കെ പറയുന്നത്, അതുകൊണ്ട് ഉറക്കെ അല്ല പറയേണ്ടത്. അതുപോലെ കൈകൊണ്ടുള്ള ആക്ഷൻ ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടിരുന്നുകൊണ്ട് താഴെ ഫ്രീ ആയിട്ടിരുന്ന് ചെയ്താൽ മതി. ശബ്ദം ഉയർത്തിയല്ല ഈ കമാൻഡുകളൊന്നും പറയേണ്ടത്, മനസ്സിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഉച്ചത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഉച്ചത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഉയർത്തി പിടിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, നെഞ്ചിൽ കൈതൊട്ട് വെച്ചുകൊണ്ട് ആദ്യ സ്റ്റാർട്ടിംഗ് കമാൻഡ് വേറെ, ടാപ്പിംഗ് കമാൻഡ് വേറെ. സ്റ്റാർട്ടിംഗ് കമാൻഡ് ആദ്യം കണ്ണു തുറന്ന് പിടിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇടയ്ക്ക് കണ്ണടച്ച് പോകുന്നത് അറിയാതെ പോകുന്നതാണ്. കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് ആണ് ഈ ടെക്നിക്ക് ചെയ്യാവുന്നത്. കണ്ണ് അടച്ച് പിടിച്ചുകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് ചെയ്യാം, കുഴപ്പമില്ല. കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. കണ്ണ് അടച്ചു പിടിച്ചും ചെയ്യാൻ കുഴപ്പമില്ല. നെഞ്ചിൽ കൈതൊട്ട് വെച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതിനുശേഷം കൈ രണ്ടും റിലീസ് ചെയ്തു അവിടുന്ന്. അതിനുശേഷം ഇടം കയ്യന്മാർ ഇടം കൈ കൊണ്ടും വലം കയ്യന്മാർ വലം കൈ കൊണ്ടുമാണ് ടാപ്പ് ചെയ്യേണ്ടത്. വലം കയ്യന്മാർ വലം കൈ കൊണ്ട്, മറ്റേ കൈ ഫ്രീ ആയി വെക്കുക. എന്നിട്ട് വീണ്ടും അതേ സെയിം വിരലുകൾ, ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് നെറ്റിയിൽ ഒരു 4 to 5 പ്രാവശ്യം മൃദുവായി തട്ടുകയാണ്. ഇതാണ് ടാപ്പിംഗ്. ആഞ്ഞ് തട്ടരുത്. അത് റിപ്പീറ്റ് ആകുമ്പോൾ പിന്നെ പാട് വീഴാനും വേദന വരാനും ഒക്കെ സാധ്യത ഉണ്ടാവും. വളരെ ഫ്രീ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു 4 to 5, അത് എണ്ണണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും. അത് 5 എന്നുള്ളത് 6 ആയാലോ 8 ആയാലോ കുഴപ്പമില്ല. മൃദുവായിട്ടേ തട്ടാവൂ, എണ്ണേണ്ടുന്ന ആവശ്യമില്ല. ഒരു 4, 5, 6 പ്രാവശ്യങ്ങൾ തട്ടിക്കൊണ്ട് മനസ്സിൽ പറയുന്നു 1 ലക്ഷം രൂപ മാസ വരുമാനം. ചില ടാപ്പിംഗ് കമാൻഡുകളിൽ നേടണം, വേണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുമുണ്ട്. അപ്പൊ ചിലരൊക്കെ ടെൻസിനെ കുറിച്ച് ഒരുപാട് മനഃശാസ്ത്രത്തിന്റെ ആഴത്തിലേക്ക് പോയിട്ട് ടെൻസിനെ കുറിച്ചൊക്കെ ആകുലപ്പെടുന്നവരുണ്ട്. ഒരു ടെൻസും പ്രശ്നമല്ല, ഫ്യൂച്ചർ പാസ്റ്റ് ഒന്നും പ്രശ്നമല്ല. ബ്രെയിനിലേക്ക് ആ കമാൻഡ് ആണ് പോകുന്നത്. 1 ലക്ഷം രൂപ മാസ വരുമാനം അല്ലെങ്കിൽ വിവാഹം, ജോലി, ആ കമാൻഡ് ആണ് പോകുന്നത്. അത് ടെൻസ് ബാധകമല്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് വിശദീകരണങ്ങൾ ഉണ്ടാകാമെന്ന്. കാരണം പല സംശയങ്ങളുമുള്ള പലരും എപ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ആകണമെന്നില്ല. ക്യാച്ച് ആയാൽ തന്നെ അവരുടേതായിട്ടുള്ള പല സംശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ദൂരീകരിച്ച് തന്നെ പോകാൻ കഴിയുള്ളൂ, എങ്കിലേ അത് എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാവുകയുള്ളൂ. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ലാഗ് ആയാലും അത് എല്ലാവർക്കും ഗുണകരമാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ
ജസ്റ്റ് 4, 5, 6 പ്രാവശ്യം ജസ്റ്റ് തട്ടിക്കൊണ്ട് മനസ്സിൽ പറയുന്നു 1,00,000 രൂപ മാസ വരുമാനം. അതിനുശേഷം പുരികത്തിന് മുകളിൽ ഇവിടെ നെറ്റിയിൽ ആദ്യത്തെ ഒന്നാമത്തെ സൈക്കോ സെൻസറി പോയിന്റ്, ബോഡി എമ്പാടും സൈക്കോ സെൻസറി പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് ചില പ്രത്യേക പോയിന്റുകൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളുടെ ആവശ്യകത പോലുമില്ല. അതൊക്കെ ഒരു ട്രിക്കി ടെക്നിക്കാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സൈക്കോ സെൻസറി ടെക്നിക്ക് കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോയാൽ പോലും ആ കമാൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകാനുള്ള ട്രിക്ക് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, അതിന്റെ സയൻസ് അധികത്തിലേക്ക് നമ്മൾ പോകേണ്ട, ആ ടെക്നിക്ക് പഠിച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്തായാലും. ഓക്കെ, 1,00,000 രൂപ മാസ വരുമാനം, പുരികത്തിന് മുകളിൽ 1,00,000 രൂപ മാസ വരുമാനം, കണ്ണിന് താഴെ, അപ്പൊ സ്പെക്സ് വെച്ചാൽ കുറച്ചുകൂടെ താഴെ മതി, 1,00,000 രൂപ മാസ വരുമാനം, മൂക്കിന് താഴെ 1,00,000 രൂപ മാസ വരുമാനം, ചുണ്ടിന് താഴെ 1,00,000 രൂപ മാസ വരുമാനം, കഴുത്തെല്ലുകളിൽ അവിടെ വരുമ്പോൾ മാത്രം വീണ്ടും ആ 2 കൈ വരുന്നു, ഇവിടെ മാത്രമേ 2 കൈ ടാപ്പിങ്ങിന് വരുന്നുള്ളൂ, 1,00,000 രൂപ മാസ വരുമാനം. ഇനി ആ ടാപ്പ് ചെയ്ത പോകുന്ന കൈ കൊണ്ട് തന്നെ എതിർവാരിയെല്ലിൽ 1,00,000 രൂപ മാസ വരുമാനം. നെക്സ്റ്റ് അടുത്ത കൈയുടെ ഉള്ളം കൈയിൽ 1,00,000 രൂപ മാസ വരുമാനം, തള്ളവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, ചൂണ്ടുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, നടുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, മോതിരവിരൽ ഒഴിവാക്കി ചെറുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം. മോതിരവിരൽ ഒഴിവാക്കുന്നതും ഒരു ട്രിക്ക് തന്നെയാണ്, ഒരു അറ്റൻറ്റീവ് മൈൻഡ്, ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധയോടെ പോകുന്നതിന് വേണ്ടിയിട്ടും പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യകതയില്ല. ഏതായാലും ചൂണ്ടുവിരല്, ഈ വിരലുകൾ ആരംഭിക്കുന്നിടത്ത് ടാപ്പ് ചെയ്താൽ മതി. ടിപ്പിൽ ടാപ്പ് ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട്, അത് ഏതും അവലംബിക്കാം. ഏതെങ്കിലും ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യരുത്. ഒരിക്കൽ പഠിച്ച് സ്വായത്തമാക്കി വെച്ച ആ പാറ്റേൺ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇത് ടാപ്പ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, അത് വൃത്തിയായിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് 1-2 പ്രാവശ്യം ചെയ്യാം. 3 റൗണ്ട് ഇത് ചെയ്യണം. ഇനി മറ്റൊരു സംശയം വരാം, മറ്റേ ഭാഗം ചെയ്യണമോ? വേണ്ട, മറ്റേ ഭാഗം ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഈ ചെയ്ത രീതിയിൽ തന്നെ ഏതാണ്ട് 12 ടാപ്പിംഗ് പോയിന്റ് ആണ്. ആ 12 ടാപ്പിംഗ് പോയിന്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. മറ്റേ ഭാഗം ചെയ്യണമോ എന്ന് പലരും വീണ്ടും ചോദിക്കാറുണ്ട്. വേണ്ട, മറ്റേ ഭാഗം ചെയ്യേണ്ടതില്ല. അതായത് ഇനി 3 റൗണ്ട് ചെയ്യുമ്പോഴാണ് ഒരു EFT ആകുന്നത്. 3 റൗണ്ട് ഈ വന്നതുപോലെ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ നെറ്റിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ചെറുവിരലിൽ വന്നു, വീണ്ടും നെറ്റിയിൽ, അവിടെ നിന്ന് വീണ്ടും ഇവിടെ വരുന്നു, വീണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ചെറുവിരലിൽ വരുന്നു. അങ്ങനെ 3 പ്രാവശ്യം 3 റൗണ്ട് ചെയ്യുമ്പോൾ ഒരു EFT ആയി. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളൂ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് തീവ്രമായി ആഗ്രഹിച്ചത് ചെയ്യണം, കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യണമെങ്കിൽ ഈ 3 റൗണ്ടിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതില്ല. അത് കണ്ടിന്യൂ ചെയ്ത് 20 റൗണ്ടോ 30 റൗണ്ടോ 50 റൗണ്ടോ 100 റൗണ്ടോ ഒക്കെ പോകാവുന്നതാണ്. അതിന് വീണ്ടും ഈ സ്റ്റാർട്ടിംഗ് കമാൻഡ് പറയേണ്ടുന്നതില്ല. പക്ഷേ ഈ 3 റൗണ്ടോ അല്ലെങ്കിൽ 4 റൗണ്ടോ 5 റൗണ്ടോ കഴിഞ്ഞിട്ട് മറ്റൊരു വ്യത്യസ്തമായ ഒരു ലക്ഷ്യം ടാപ്പ് ചെയ്ത് നേടുന്നതിന് വേണ്ടിയോ, വ്യത്യസ്തമായ ഒരു പ്രോബ്ലം ടാപ്പ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയോ നിങ്ങൾ അടുത്തൊരു കാര്യത്തിന് വേണ്ടി ടാപ്പ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ആ സ്റ്റാർട്ടിംഗ് കമാൻഡ് വീണ്ടും ആരംഭിക്കണം. തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ നെഞ്ചിന് തൊട്ട് മുകളിൽ തൊട്ട് വെച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് കമാൻഡ് പറഞ്ഞതിന് ശേഷം വേണം അടുത്തത് ടാപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഏതായാലും അത്യാവശ്യ സംശയങ്ങൾ മാറി, അത്യാവശ്യം ഒരു വ്യക്തത വന്നുവെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ 1,00,000 രൂപ മാസ വരുമാനം എന്ന ആ ഒരു ഉദാഹരണം നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ കാണാം. ആ ഒരു ഉദാഹരണം ഒരു EFT എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് ഇനി തടസ്സമില്ലാതെ ഒന്ന് കണ്ടതിന് ശേഷം മറ്റു വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് നെഞ്ചിന് തൊട്ടു മുകളിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതിനുശേഷം 2 കൈകളും റിലീസ് ചെയ്തിട്ട് വലത് കയ്യന്മാർ വലം കൈ കൊണ്ടും ഇടത് കയ്യന്മാർ ഇടം കൈ കൊണ്ടും വീണ്ടും അതേ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ 1,00,000 രൂപ മാസ വരുമാനം മനസ്സിലാണ് പറയുന്നത്. പുരികത്തിന് മുകളിൽ 1,00,000 രൂപ മാസ വരുമാനം, കണ്ണിന് താഴെ 1,00,000 രൂപ മാസ വരുമാനം. ഈ കണ്ണിന് താഴെ എന്നുള്ളത് നിങ്ങൾ പറയേണ്ടതില്ല കേട്ടോ. നിങ്ങൾക്ക് ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് 1,00,000 രൂപ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ മതി. മൂക്കിന് താഴെ 1,00,000 രൂപ മാസ വരുമാനം, ചുണ്ടിന് താഴെ 1,00,000 രൂപ മാസ വരുമാനം, കഴുത്തെല്ലുകളിൽ അവിടെ മാത്രം 2 കൈ വരും 1,00,000 രൂപ മാസ വരുമാനം, എതിർവാരിയെല്ലിൽ 1,00,000 രൂപ മാസ വരുമാനം, എതിർ കൈവെള്ളയിൽ 1,00,000 രൂപ മാസ വരുമാനം, തള്ളവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, ചൂണ്ടുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, നടുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, മോതിരവിരൽ ഒഴിവാക്കി ചെറുവിരലിൽ 1,00,000 രൂപ മാസ വരുമാനം, വീണ്ടും നെറ്റിയിൽ 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം. ഇനി ഞാൻ പോയിന്റുകൾ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിലാണ് പറയേണ്ടത്. 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം. അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം, 1,00,000 രൂപ മാസ വരുമാനം,
1 ലക്ഷം രൂപ മാസ വരുമാനം, 1 ലക്ഷം രൂപ മാസ വരുമാനം, 1 ലക്ഷം രൂപ മാസ വരുമാനം. വീണ്ടും മൂന്നാം റൗണ്ട്. 1 ലക്ഷം രൂപ മാസ വരുമാനം, 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 1 ലക്ഷം രൂപ മാസ വരുമാനം. ഒരു EFT കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വീണ്ടും അതോട് ചേർത്ത് തന്നെ പറയാം. ഇത് ഒരു അത്യാവശ്യമാണ്, സമയമുണ്ട്, കുറെ നേരം കൂടെ ചെയ്യാം. ടൈം കൂടുതൽ എടുക്കും തോറും ക്വിക്ക് റിസൾട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടൈം എടുത്ത് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീണ്ടും സ്റ്റാർട്ടിങ് കമാൻഡ് പറയാതെ തന്നെ വീണ്ടും 4ാം റൗണ്ട്, 5ാം റൗണ്ട്, 6ാം റൗണ്ട് അങ്ങനെ തുടർന്ന് പോകാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അടുത്തൊരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം ടാപ്പ് ചെയ്യാൻ പഠിക്കാം. അത് സ്വല്പം കൗതുകകരമായ ഒരു ഉദാഹരണമാണ്. എൻ്റെ ക്ലാസ്സുകളിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ, അതായത് ആയിരക്കണക്കിന് റിസൾട്ടുകളിൽ നിന്ന് താരതമ്യേന കൂടുതൽ ആളുകൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് അത് കടം കൊടുത്ത പൈസ തിരികെ കിട്ടിയത്. അതിന് മറ്റു ടെക്നിക്കുകളും ചെയ്യാൻ കഴിയും, പക്ഷെ അത് കൂടുതലായിട്ട് ഇവിടെയാണ് അതൊരു ടെക്നിക്കായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റെല്ലാ ടെക്നിക്കുകളിലും അത് ചെയ്യാം, പക്ഷേ എങ്കിൽ EFTയിൽ പ്രത്യേകമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്പെസിഫൈ ചെയ്ത് അത് വ്യക്തത വരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന് കൂടുതൽ റിസൾട്ട് കണ്ടിട്ടുള്ളത്. അതായത് നമുക്ക് അതൊന്ന് പഠിക്കാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിലും അതൊന്നുകൂടെ വീണ്ടും പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറയാമല്ലോ, ഇങ്ങനെ വീണ്ടും ഇതുപോലെ വീഡിയോയിൽ പഠിപ്പിച്ച് കൊടുത്തിട്ടും ഒരുപാട് റിസൾട്ട് കിട്ടിയത് എനിക്ക് പറയാമല്ലോ. അതുകൊണ്ട് കൂടിയാണ്. ഇനിയും ഒരുപക്ഷെ ചിലർ ചിന്തിച്ചേക്കാം യാദൃശ്ചികമെന്ന് തന്നെ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ ഇത്രനാളും കൊടുത്ത കാശ് ഇത്രനാളും കിട്ടാത്തത് പെട്ടെന്ന് കിട്ടിയെങ്കിൽ, അത് ഒരാൾക്കല്ല പലർക്കും കിട്ടിയെങ്കിൽ അത് അത്ര യാദൃശ്ചികം എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഞാൻ അത് തള്ളിക്കളയുന്നുമില്ല. നമുക്ക് അതൊന്ന് നോക്കാം. അതിൻ്റെയും സ്റ്റാർട്ടിംഗ് കമാൻഡ് ഇങ്ങനെ തന്നെ: ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇനി ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം, 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 രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം. 3 റൗണ്ടാണ് ഒരു EFT. അതുകൊണ്ട് ഇത് നമ്മൾ 3 റൗണ്ട് തന്നെ ചെയ്ത് പഠിക്കുന്നു. രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം, 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 രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം. 3ാം റൗണ്ട്: രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം, 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 രാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടണം. ഒരു EFT പൂർത്തിയായി. ഇനി ഈ 3 റൗണ്ടിൽ മതിയാക്കേണ്ട, സ്വല്പം വലിയ എമൗണ്ട് ആണ്, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും 5ഓ 10ഓ റൗണ്ട് നിങ്ങൾക്ക് വീണ്ടും ആ നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഫസ്റ്റ് കമാൻഡ് കൊടുക്കാതെ തന്നെ നിങ്ങൾക്കത് വീണ്ടും ടാപ്പ് ചെയ്ത് തുടരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് കളയുന്ന ഒരു 2 രീതിയും കൂടെ പഠിക്കാം. ടാപ്പ് ചെയ്ത് കളയുന്നത് എങ്ങനെയെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് എടുക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത് ടാപ്പ് ചെയ്ത് എടുക്കുന്നതാണ് പഠിച്ചത്. അതിനി ഒന്നുകൂടെ പഠിക്കാം നമുക്ക്. പക്ഷെ അതിന് മുൻപ് ടാപ്പ് ചെയ്ത് കളയുന്നത് എങ്ങനെയെന്നും കൂടെ നമുക്ക് നോക്കാം. ടെൻഷൻ മാറ്റാൻ വേണ്ടി എങ്ങനെ ചെയ്യണം, അതിനുശേഷം നമുക്ക് മുട്ടുവേദന, കാലുവേദന, നടുവേദന, ഈ മുട്ടുവേദന, കാലുവേദന, നടുവേദനയൊക്കെ പെട്ടെന്ന് റിസൾട്ട് കാണാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ, അപ്പോൾ തന്നെ. അതിന്റെ കാരണം അത് പലതും സൈക്കോസൊമാറ്റിക് ആണ്, മനോജന്യമാണ്. ഇനി ശരീരത്തിൻ്റെത് തന്നെയാണെന്നിരിക്കട്ടെ, എങ്കിൽ പോലും മനസ്സുകൊണ്ട് അത് മാറ്റാൻ കഴിയും. തിരിച്ചും റിവേഴ്സ് സൈക്കോസൊമാറ്റിക്, അങ്ങനെയും അത് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഇത് ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടാകുമെന്ന്. അങ്ങനെ ആവർത്തിക്കുന്നതിന്റെ കാരണം എന്താണെന്ന്, ആവർത്തിക്കുന്നതിന്റെ രസം എന്താണെന്ന്, അല്ലെങ്കിൽ രസകരമായ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കൂടെ പറഞ്ഞുതരാം. അതായത് മനുഷ്യരല്ലേ, ശ്രദ്ധ വിട്ടുപോകും. ഇപ്പോൾ ഇത്രയും ആവർത്തിച്ച് പറഞ്ഞാൽ പോലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ തന്നെ കണ്ടോളൂ, പലരും ചോദിക്കും മറ്റേ വശം ചെയ്യേണ്ടതില്ലേ, എത്ര റൗണ്ട് ചെയ്യണം എന്നൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ്, കാരണം എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ പലപ്പോഴും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലതും ആവർത്തിച്ച് പോകുന്നത്. EFT പോലൊരു സംഗതി പഠിപ്പിക്കുമ്പോൾ അതൊരു കൺഫ്യൂഷനും ഇല്ലാതെ വൃത്തിയാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഏതായാലും
ടെൻഷൻ മാറാൻ വേണ്ടി. അപ്പോഴും ഫസ്റ്റ് കമാൻഡ് ഇങ്ങനെ തന്നെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതിനുശേഷം നെറ്റിയിൽ ടെൻഷൻ മാറിപ്പോകൂ, 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 ടെൻഷൻ മാറിപ്പോകൂ. സെക്കൻഡ് റൗണ്ട്, ടെൻഷൻ മാറിപ്പോകൂ, 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 ടെൻഷൻ മാറിപ്പോകൂ. അടുത്ത റൗണ്ട് 3 റൗണ്ട് കൂടെ ചെയ്യാം. ഞാൻ 3 റൗണ്ട് പൂർത്തിയാക്കണമെന്നാണ് കരുതിയത്. കാരണം ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് ഇവിടെ നിന്നൊക്കെ കണ്ടാൽ അവർ ഇത്രയുമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ടായെന്ന് കരുതി. പക്ഷെ സാരമില്ല, ആവശ്യക്കാരത് കാണുക തന്നെ ചെയ്യട്ടെ. ഇനി ഓരോ റൗണ്ട് ചെയ്ത് പഠിപ്പിക്കാം. 3 റൗണ്ടാണ് മിനിമം ചെയ്യേണ്ടത്. അധികം എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു കാൽമുട്ടുവേദന മാറാനാണെങ്കിൽ, അതും ടാപ്പ് ചെയ്ത് കളയുന്ന രീതിയാണ്. കാൽമുട്ടുവേദന മാറാനാണെങ്കിൽ എങ്ങനെ ചെയ്യണം? വീണ്ടും സ്റ്റാർട്ടിംഗ് കമാൻഡ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. നെറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. കാൽമുട്ടുവേദന മാറിപ്പോകൂ. മുട്ടുവേദന എന്നല്ല, അവിടെ കാൽമുട്ടുവേദന തന്നെ പറഞ്ഞോളൂ. കാരണം കൈമുട്ടുവേദനയും ആകാമല്ലോ. അപ്പോൾ കാൽമുട്ടുവേദന മാറിപ്പോകൂ, 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 കാൽമുട്ടുവേദന മാറിപ്പോകൂ. വീണ്ടും 3 റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഇത് എന്ത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടും, പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടും, എന്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങളുടെ ലൈഫിലെ എന്ത് പ്രോബ്ലവും. പിന്നെ ഒരു കാര്യം, ചില ഡ്രോബാക്കുകൾ കൂടെ പറയാം. ആ ഡ്രോബാക്ക് പറയുന്നതിന് മുൻപ്, ഡ്രോബാക്ക് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു സ്വകാര്യത വേണം. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കണ്ടാൽ, ഹോസ്റ്റലിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി ചെയ്യാം കേട്ടോ. പഠിക്കാനുള്ള മനസ്സുണ്ടാകണം, പഠിക്കാനുള്ള ഏകാഗ്രത കിട്ടണം, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാറണം, അങ്ങനെ നിങ്ങൾക്ക് വിവിധങ്ങളായ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സ്വകാര്യമായി പ്രൈവറ്റായി ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കാണ്. പക്ഷെ പറഞ്ഞു വന്നത്, ഡ്രോബാക്ക് സ്വല്പം പ്രൈവസി വേണം. നമുക്ക് ചിലപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഒരു റൂമിലൊക്കെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അത് നിങ്ങൾക്ക് ബാത്റൂമിൽ ഇരുന്ന് പോലും ചെയ്യാം കേട്ടോ. ബാത്റൂമിൽ ആ ക്ലോസറ്റിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നിട്ടോ പോലും ചെയ്യാം. ആരൊന്നും വിചാരിക്കേണ്ട. കാരണം അങ്ങനെയുള്ള അവസ്ഥയുള്ളവർക്കും അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ട് ബാത്റൂമിലോ ഒഴിഞ്ഞ എവിടെയെങ്കിലും സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ മറ്റൊന്ന്, ഇത് ഇനി അടുത്ത പോയിന്റ് എല്ലാവർക്കും ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നൊരു പോയിന്റ് അല്ല, പക്ഷെ അതങ്ങനെ ചെയ്യുന്നവരുണ്ട്, റിസൾട്ട് കിട്ടുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയും ടാപ്പ് ചെയ്യാം. നിങ്ങളുടെ മകളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. മകൾക്ക് പ്രൊമോഷൻ ലഭിക്കണം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകൾ വിചാരിക്കും ഇത് എന്തൊരു വട്ടാണ് എന്നുള്ളത്. അതായത് സയൻസ് പ്രൂവ് ചെയ്തത് മാത്രമേ ശരിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്നതിൽ തെറ്റുമില്ല. ഇപ്പം ടെലിപ്പതിയെക്കുറിച്ചും മൈൻഡ് ടു മൈൻഡ് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. ബ്രെയിൻ വേവ്സ് കൊണ്ട് ടി വി കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റങ്ങൾ വരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ച ഘടകമാണ്, മറ്റു രീതിയിൽ അറിഞ്ഞതല്ല. ഏതായാലും പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ സയൻസ് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അത് അംഗീകരിക്കൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കാറില്ല. അത് യോജിക്കുന്നതിന് ഞാൻ തെറ്റ് പറയാറുമില്ല. ആർക്കും ഉപദ്രവമില്ലാത്ത, അവനവനും ദോഷമില്ലാത്ത ഒരു ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ശരിയായ യുക്തി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ അമിത യുക്തിബോധവും നമ്മളെ വഴിതെറ്റിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത്. ഇപ്പം ഈവൻ ഒരു മതപരമായ ചില ടെക്നിക്കുകൾ പോലും, അത് അന്ധവിശ്വാസം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ ആർക്കും ദോഷകരമല്ലാത്ത ഒരു കമാൻഡ് അത് അയാളുടെ മൈൻഡിനും ബോഡിക്കും നല്ലതാണെങ്കിൽ അയാളത് ചെയ്യുന്നതിനോട് സാമൂഹ്യ ദ്രോഹമോ മറ്റുള്ളവർക്കോ അവനവനോ പോലും ദ്രോഹമാകുന്ന ഒരു കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല. അവിടെ സയൻസിനെ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ എല്ലാം സയൻസ് ആകണമെന്ന് ഞാൻ വാശി പിടിക്കാറില്ല. ഒരുപക്ഷെ നാളെ സയൻസ് കണ്ടെത്തിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സയൻസ് കണ്ടെത്തുമായിരിക്കില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആർക്കും ഉപദ്രവമല്ലാത്ത, അവനവനും മറ്റുള്ളവർക്കും ഗുണകരമായ ഒരു കാര്യം ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഓരോരുത്തർ അവരവരുടെ തീരുമാനം പോലെ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ടാപ്പ് ചെയ്യുന്ന ടെക്നിക്കും ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയെന്നുള്ളത് ലോകമെമ്പാടും നിന്നും റിപ്പോർട്ട് വരുന്നതാണ്. എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തവരും നിരവധി ആളുകൾ സാറേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തു, അവൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ അനുഭവങ്ങൾ നിരവധിയുണ്ട്. 1-2 അനുഭവമല്ല, 1-2 അനുഭവമാണെങ്കിൽ അതും യാദൃശ്ചികമെന്ന് ഞാനും കരുതുമായിരുന്നു. കാരണം ഞാനും സത്യമല്ലാത്തതൊന്നും അറിയണ്ട എന്ന് കരുതുന്ന ആളാണ് ഞാനും. എനിക്ക് അറിയുകയാണെങ്കിൽ സത്യം അറിഞ്ഞാൽ മതി, സത്യമല്ലാത്തതാണെങ്കിൽ സത്യമല്ല, ഇതൊരു സാധ്യതയാണെന്ന് കരുതിയാണ് ഞാൻ അനുവർത്തിക്കാറുള്ളത്. ചില സയന്റിഫിക് അല്ലാത്ത ടെക്നിക്കുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇത് സയന്റിഫിക് അല്ല, പക്ഷേ ഇന്ന കാരണം കൊണ്ട് റിസൾട്ട് കിട്ടും. കാരണം സയന്റിഫിക് അല്ലാത്ത ടെക്നിക്ക് ചെയ്യുമ്പോഴും, നമ്മൾ എന്തെങ്കിലും ഒരു മണ്ടൻ ടെക്നിക്ക് പോയി ചെയ്യുമ്പോഴും ആ ടെക്നിക്ക് എന്തുകൊണ്ട് ഫലിക്കുന്നു
വന്നാൽ ആ ടെക്നിക്ക് ഇന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ബ്രെയിൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ അതൊരു സയൻസായി മാറുന്നു എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴും ആ ടാപ്പിംഗ് കമാൻഡ് അവർക്ക് വേണ്ടിയുള്ളത് ചെയ്യുക. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് കമാൻഡ് അവനവനോട് തന്നെയാണ് കേട്ടോ. കാരണം അവനവന്റെ ഒരു ബ്രെയിൻ വേവ്സിനെയാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ എൻ്റെ മകളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അവളെ തന്നെ അംഗീകരിക്കുന്നു എന്നല്ല ടെക്നിക്കിൽ പറയേണ്ടത്. ഒരു ചെറിയ സംശയം പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും ബാലിശമായി വിശദീകരിക്കുന്നത്. സ്വല്പം ഇടയ്ക്കൊക്കെ അതുപോലെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംശയമില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ ടെക്നിക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇതിന് ഏത് സമയത്ത് എന്നൊന്നുമില്ല. രാവിലെ ചെയ്യണോ, വൈകുന്നേരം ചെയ്യണോ, ഉച്ചയ്ക്ക് ചെയ്യണോ എന്നൊന്നുമില്ല. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന, നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് സമയത്തും ചെയ്യാം. അത് പെട്ടെന്ന് സമയം കിട്ടി അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ 3 റൗണ്ടാണ് അതിന്റെ മിനിമം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു 3 റൗണ്ട് ചെയ്യാൻ, 3 റൗണ്ട് മീൻസ് ജസ്റ്റ് 1 2 3 ആ 3 റൗണ്ട്, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ ഒരു 3 റൗണ്ട് മാത്രം ചെയ്താൽ മതി. ആ 3 റൗണ്ട് ചെയ്യാനുള്ള സമയം കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ജസ്റ്റ് ഉച്ചയ്ക്കൊക്കെ ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ പോലും നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ, ഒരു ഓവർ ടെൻഷൻ വന്നു, അല്ലെങ്കിൽ ഒരു നടുവേദന വന്നു, അല്ലെങ്കിൽ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുന്നു, എന്തിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകാരണ വിഷമം മാറിപ്പോട്ടെ, മനസ്സിലാകാരണ വിഷമം മാറിപ്പോട്ടെ, അല്ലെങ്കിൽ ബോസ് ദേഷ്യപ്പെട്ടതിന്റെ ടെൻഷൻ മാറിപ്പോട്ടെ, ടെൻഷൻ മാറിപ്പോട്ടെ, പിന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. സർക്കാർ ജോലിയാകട്ടെ, പിന്നെ ഒരു IAS എക്സാം ആകട്ടെ, അതൊക്കെ ചിലപ്പോൾ IAS പഠിക്കുന്നവർ ചിന്തിക്കും, ഇതൊക്കെ എന്തൊരു ബാലിശമായ ടെക്നിക്കാണ് എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർ സെർച്ച് ചെയ്ത് നോക്കുക. ലോകമെമ്പാടുമുള്ള ഈ ടെക്നിക്കിന്റെ സ്വീകാര്യതയും അതിന്റെ പോപ്പുലാരിറ്റിയും സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ എടുക്കുക, വേണ്ടെങ്കിൽ തള്ളിക്കളയുക. അതുപോലെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നോളൂ. EFT നമുക്ക് ലോകമെമ്പാടും സെർച്ച് ചെയ്യുമ്പോഴൊക്കെ വേറെ നിരവധി 100 കണക്കിനോ 1000 കണക്കിനോ രീതികൾ കാണാം. അതൊന്നും കണ്ട് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. അതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് പല മൈൻഡ് ട്രെയിനേഴ്സും അവലംബിക്കുന്ന രീതിയാണ്. ഞാനും ചിലപ്പോഴൊക്കെ അവലംബിക്കാറുണ്ട്. അത് ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ തോന്നും, സാറേ എന്തെങ്കിലും പുതിയ ടെക്നിക്ക് ഉണ്ടോ, കാരണം എനിക്കിത് കിട്ടിയില്ലെങ്കിലോ, എനിക്ക് വേറെ പുതിയതെന്തെങ്കിലും ഉണ്ടോ, ഇനി ഇതിനേക്കാളും പവർഫുൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ആശങ്ക മനുഷ്യനുണ്ടാവും. അപ്പോൾ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടും അത് ഗുണത്തിൽ ഭവിക്കാൻ വേണ്ടിയിട്ടും 2 രീതിക്ക് വേണ്ടി അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പം പാറ്റേൺ മാറ്റും, ഇനി ഇവിടെ കൂടെ ചെയ്തോളൂ, എണീറ്റ് നിന്ന് ചെയ്തോളൂ, കാലിന്റെ പാദത്തിൽ ഊന്നി നിന്ന് ചെയ്തോളൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചെയ്തോളൂ, അങ്ങനെ പല രീതിയിൽ പറയുമ്പോൾ എന്തോ പുതിയത് കിട്ടിയ പോലെ ഒരു ഫീൽ കിട്ടും. അതിനുവേണ്ടിയൊക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ വെറുതെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ടത് യാതൊരു ആവശ്യകതയില്ല. ഇത് ഗ്യാരി ക്രേഗ് ഏറ്റവും ആദ്യം പഠിപ്പിക്കുകയും ലോകമെമ്പാടും റിസൾട്ട് കിട്ടുകയും ചെയ്ത രീതിയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട് എന്നുള്ളതും ഇത് ഫലപ്രദമാണ് എന്നുള്ളതും പോപ്പുലർ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ പോയി കാണുമ്പോൾ വേറെ അനേകായിരം പോയിന്റുകൾ, തലയിൽ പോയിന്റ്, മുതുകിൽ പോയിന്റ്, ബാക്കിൽ പോയിന്റ്, കാലിൽ പോയിന്റ്, അവിടെ പോയിന്റ്, ഇവിടെ പോയിന്റ്, വേറെ രീതികൾ, കാൽമുട്ടിലൂന്നിക്കൊണ്ട്, മുട്ടുകുത്തി നിന്നുകൊണ്ട്, അങ്ങനെ നിന്നുകൊണ്ട്, ഇങ്ങനെ നിന്നുകൊണ്ട്, അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. അത് സ്വാർത്ഥത കൊണ്ട് മാത്രമല്ല, അവരങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഇനി പുതുതായിട്ട് എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടിയില്ലെങ്കിലോ, കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് കിട്ടിയെങ്കിലോ എന്നുള്ള അവരുടെ ചിന്തയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. അത് പൗരാണിക കാലം മുതൽ ആധുനിക കാലത്തെ മനഃശാസ്ത്രജ്ഞന്മാർ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ആ വരുന്ന വ്യക്തിയുടെ മനസ്സിനൊരു തൃപ്തിയാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ ഒക്കെ കൊടുത്തുവിടും. അങ്ങനെ അഡീഷണൽ കൊടുത്താണ് EFT ഒക്കെ ഇപ്പം അങ്ങനെയൊക്കെ ആയി മാറിയത്. അപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. കാരണം നമ്മളൊക്കെ എപ്പോഴും സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയുക, ഏറ്റവും സത്യവും ഏറ്റവും യാഥാർത്ഥ്യവും തിരിച്ചറിയുക. എല്ലാ സത്യങ്ങളും അറിഞ്ഞില്ലെങ്കിൽ പോലും എപ്പോഴും ആശങ്കയോടെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ടത് ആവശ്യകതയില്ല. ഇവിടെയാണെങ്കിൽ പഠിപ്പിക്കുന്ന എല്ലാ ടെക്നിക്കുകളും കൂടെ എല്ലാവരും ചെയ്യേണ്ടുന്ന ആവശ്യകതയൊന്നുമില്ല. കാരണം എല്ലാ ടെക്നിക്കും കൂടെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1000 കണക്കിന് ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ ഒരു ദിവസം ചെയ്യാൻ എവിടെ സമയം കിട്ടുക? അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. 1-2 ടെക്നിക്ക്, അവനവനോട് തൃപ്തികരമായ, അവനവന് ചെയ്യാൻ സാഹചര്യമുള്ള 1-2-3 ടെക്നിക്കുകൾ ചെയ്യുക. ഇപ്പോൾ വമ്പൻ വിജയികളൊക്കെ രത്തൻ ടാറ്റയൊക്കെ ആണെങ്കിൽ രത്തൻ ടാറ്റ 2 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ഹോംവർക്ക് എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ അത്ര വമ്പൻ മാർവാടികളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറെങ്കിലും രാവിലെ ഹോംവർക്ക് ചെയ്യും, അവരുടെ ധനപൂജയും മറ്റുമൊക്കെ ആയിട്ട്. അപ്പം നമ്മളും 1 മണിക്കൂറൊക്കെ ഹോംവർക്കിന് വേണ്ടി മാറ്റി വയ്ക്കുക ഒരു ദിവസത്തിൽ. ആ 1 മണിക്കൂർ, ചിലപ്പോൾ ചിലർ രാവിലെ 1/2 മണിക്കൂർ, വൈകുന്നേരം 1/2 മണിക്കൂറാകാം, അല്ലെങ്കിൽ രാവിലെ മാത്രം 1 മണിക്കൂറാകാം. അത് അവനവൻ്റെ രീതിയിൽ അത് സ്പ്ലിറ്റ് ചെയ്യുക, അതിൽ ക്രമീകരിക്കുക. അപ്പം നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ കണ്ടെത്തി മാറ്റി വെച്ചിരിക്കുന്ന ആ ടൈമിൽ ചെയ്യാൻ കഴിയുന്നത്രയും ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്താൽ മതി. ഇതെല്ലാ ടെക്നിക്കും കൂടെ വാരി പിടിച്ച്, അയ്യോ എനിക്ക് ആ ടെക്നിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലോ, സാർ ഈ ടെക്നിക്ക് പഠിപ്പിച്ചല്ലോ, എല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയൊന്നും വേണ്ട. ഏതെങ്കിലും 2-3 ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു മാസക്കാലം, ഒരു
പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു മാസക്കാലം ഈ ഒരു ടെക്നിക്ക് ചെയ്യുക. അത് കിട്ടിക്കഴിയുമ്പോൾ വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി വേറൊരു ടെക്നിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ടെക്നിക്കുകളും നമ്മുടെ കൈവശം വരുന്നുള്ളൂ. EFTയും അതുപോലെ തന്നെ EFTയും നിങ്ങളിത് ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ ആവശ്യമില്ലാത്തവരും അതൊന്ന് അറിഞ്ഞിരുന്നുള്ളൂ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടെന്നാൽ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ആവശ്യം വരുമ്പോൾ, പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് EFT ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു പെട്ടെന്നൊരു ക്വിക്ക് ആവശ്യം വന്നു, ഒരു ഉച്ചയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം, ഒരു നടുവേദനയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യമോ വന്നു, നിങ്ങൾക്കൊരു പബ്ലിക് ടോയ്ലറ്റ് കയറിയിരുന്നാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 3 റൗണ്ട് ടാപ്പ് ചെയ്താൽ പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് സ്ഥിരം ചെയ്യാൻ ആവശ്യമില്ലാത്തവരും ഈ ടെക്നിക്ക് ഒന്ന് അറിഞ്ഞിരുന്നോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. അത് എന്തായാലും ഗുണം ചെയ്യും കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെ ഇപ്പോൾ പറയാത്ത അധികം ഉദാഹരണങ്ങളിലേക്ക് പോയി വീണ്ടും വീഡിയോ നീണ്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാ ഉദാഹരണങ്ങളും പറയാത്തത്. ഇവിടെ പറയാത്ത മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ടാപ്പ് ചെയ്ത് എടുക്കാനാണെങ്കിൽ ആദ്യത്തെ വാചകം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ നിങ്ങളുടെ ആവശ്യം, 5 ലക്ഷം രൂപ മാസ വരുമാനം, അല്ലെങ്കിൽ വിദേശ മൈഗ്രേഷൻ നടക്കണം, അല്ലെങ്കിൽ എന്താണ് മകളുടെ വിവാഹം നടക്കണം, എന്താണോ വേണ്ടത് അത് നടക്കണം അല്ലെങ്കിൽ നേടണം എന്നുള്ളത്, ആ വാചകം നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ആവശ്യം അറിയാമല്ലോ, ആ ആവശ്യം നടക്കണം അല്ലെങ്കിൽ ആ ആവശ്യം നേടണം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അത് ടൈപ്പ് ചെയ്ത് എടുക്കുക. ഇനി എന്തെങ്കിലും മാറ്റിക്കളയാനാണെങ്കിൽ ടെൻഷൻ ആവട്ടെ, ഉൾപേടികളാകട്ടെ, ആത്മവിശ്വാസക്കുറവാകട്ടെ, ആത്മവിശ്വാസക്കുറവ് മാറിപ്പോകണമെന്ന് ടൈപ്പ് ചെയ്യാം, ആത്മവിശ്വാസം വേണമെന്ന് ടൈപ്പ് ചെയ്യാം, ആത്മവിശ്വാസമായിരിക്കണം എന്ന് ടൈപ്പ് ചെയ്യാം, മുട്ടുവേദന മാറിപ്പോകൂ എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഇത്തരം വാക്കുകൾ നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി. ഇനി അതെല്ലാം കൂടെ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് ഒരു തെറ്റിപ്പോകാനൊന്നും ഇല്ല. ഇവിടെ തെറ്റിപ്പോവുക, ശരിയാവുക എന്നുള്ളതൊന്നും ഇല്ല. ഇത് സൈക്കോ സെൻസറി ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിന് ആ ഐഡിയ മനസ്സിലായി. ഇതൊരു ഐഡിയ കൺവേ ചെയ്യുന്ന, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ആവശ്യമായ ഐഡിയ കൺവേ ചെയ്യുന്ന ഒരു ട്രിക്കി ടെക്നിക്കാണ്. അതുകൊണ്ട് തെറ്റിപ്പോകുമോ എന്നുള്ള ആശങ്ക വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇനി സംശയം വരാതിരിക്കട്ടെ, ഒന്നും ചിന്തിക്കാനില്ല. അത്രയും ആശങ്കയും ആകുലതയും ഒന്നും വേണ്ട. എന്താണോ നിങ്ങളുടെ ആവശ്യം, ആ ആവശ്യം നേടണം എന്ന വാക്ക് ടാപ്പ് ചെയ്ത് എടുക്കുക. എന്താണോ മാറ്റിക്കളയേണ്ടത് അത് മാറിപ്പോകൂ അല്ലെങ്കിൽ മാറിപ്പോകണം എന്ന വാക്ക് ഉപയോഗിച്ച് ടാപ്പ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്